യാത്ര ചെയ്യുന്നത് വിഴിഞ്ഞത്ത് തെക്കേ മുനമ്പിൽ നിന്ന് നമ്മളുടെ ലഹരിയും വേണ്ട ലഹളയും വേണ്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ റിപ്പോർട്ടർ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്, നമ്മുടെ MLA ശ്രീ വിൻസെന്റ്. വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് മഞ്ചേരിയിൽ തുടങ്ങിയ ഞങ്ങളുടെ ക്യാമ്പയിനാണ്. നമ്മളതിന്റെ രണ്ടാം ഘട്ടം തെക്ക് നിന്നും ആരംഭിച്ചു. വിഴിഞ്ഞത്ത് നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇമാം വന്നു, ഒപ്പം തന്നെ ഫാദർ വന്നു, പോലീസ് ഉണ്ടായിരുന്നു. അപ്പോ പൊതുസമൂഹത്തിനൊരു പിന്തുണ കിട്ടുന്നുണ്ട്. ഈ ലഹരി വലിയ തലവേദനയെ മാറിയത് ഇപ്പൊ വരുന്ന വാർത്ത, എറണാകുളത്ത് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടികൂടിയെന്ന്. തീർച്ചയായും നാട് ഇപ്പോഴും നടുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ് മയക്കുമരുന്ന്. വീടിൽ പോലും നമുക്ക് സുരക്ഷിതത്വമില്ല എന്ന അവസ്ഥയിലേക്ക് മയക്കുമരുന്ന് നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. രക്തത്തെ കൊല്ലുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ നാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാനുള്ള ഉദ്യമം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഉദ്യമം തീർച്ചയായും സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കും. കാലികമായിട്ടുള്ള ഏറ്റവും ഗൌരവതരമായ വിഷയം ഏറ്റെടുത്ത റിപ്പോർട്ടർ ചാനലിന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് നേരിടേണ്ടതാണ്. ഇതിന് ശക്തമായ നടപടികളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. മയക്കുമരുന്ന് കേസുകൾ നമ്മൾ പിടിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ സോഴ്സിലേക്ക് പോകുന്ന കാര്യത്തിൽ എത്രമാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ള സംശയമാണ്. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ പിടിച്ചാൽ കുറഞ്ഞത് 9 പേരെ നമുക്ക് അതിന്റെ തുടർ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തി പൂർണ്ണമായും ഇത് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അതിനൊരു വിൽ പവറോടുകൂടി നമുക്ക് നമ്മുടെ എല്ലാ മനസ്സും നമ്മുടെ എല്ലാ വിധത്തിലുള്ള ശ്രദ്ധയും ആ കാര്യത്തിൽ കേന്ദ്രീകരിച്ചാൽ തീർച്ചയായും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഇവരെല്ലാവരെയും ഈ സോഴ്സുകൾ അവരെല്ലാം നാട്ടിൽ ജീവിക്കുന്നവരാണ്. മാത്രമല്ല കോവളം ഒരു കാലത്ത് ഇതേപോലെ ലഹരിയുടെ ഹബ്ബായി മാറുന്നു എന്ന വലിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. MLA അടക്കമുള്ളവർ തന്നെ ഇടപെട്ടിട്ടാണ് പലയിടങ്ങളിലും അതിനുള്ള ഒരു അന്ത്യം കുറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കോവളത്തെ കുട്ടികൾ ആരും തന്നെ ലഹരിക്ക് ആ രീതിയിൽ അടിമപ്പെട്ടവരല്ല. തീർച്ചയായും അതിൽ നിന്നെല്ലാം മോചിതമായി. നാട് ഒരുമിച്ച് നിന്നാൽ അതിനെ നേരിടാൻ കഴിയാത്ത ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, പൊഴിയൂരെന്ന് പറയുന്ന ഒരു പ്രദേശം മദ്യത്തിന്റെ വെടിയിലായിരുന്നു. എല്ലാ വീടുകളിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അന്ന് ഗവൺമെന്റും അന്ന് രൂപതയും കൂടി സംയുക്തമായി ഇറങ്ങി വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. ഇന്ന് അവിടെ വളരെ മദ്യമുക്തമായിട്ടുള്ള ഒരു നാടായി ആ നാടിനെ മാറ്റി. നാട് ഒരുമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ആ ഒരുമിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന ഈ ഉദ്യമം. താങ്ക് യു ശ്രീ വിൻസെന്റ് MLA പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. രക്തത്തെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന മാരകമായ ലഹരി എന്ന വിപത്തിനെതിരെ MLA പറഞ്ഞതുപോലെ തന്നെ നാട് ഒരുമിച്ച് നീങ്ങേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു ശ്രീ വിൻസെന്റ് MLA. എനിക്കറിയാം തിരക്കുണ്ടെന്നറിയാം. ആ തിരക്കിനിടയിലും നമുക്കൊപ്പം ഈ ക്യാമ്പയിന്റെ ഭാഗമാകാൻ ശ്രീ വിൻസെന്റ് MLA കാണിച്ച മനസ്സിന് നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇനി MLA ഇറക്കി വിടുന്നു, പക്ഷേ നമ്മുടെ വാർത്തകൾ ഇറങ്ങിപ്പോകുന്നില്ല. വാർത്തകൾ നമ്മൾ തുടരും. നമുക്ക് നോക്കാം.